തിരുമേനിയോട് നമ്മുടെ മിഷൻ വീട് പ്രതിഷ്ഠിച്ചു തരുവാനുള്ള പ്രതിഷ്ഠാപത്രം ഇപ്പോൾ സഭയുടെ സെക്രട്ടറി വായിക്കുന്നതും സഭയുടെ കൈക്കാരൻ തിരുമേനിയെ വാത്സല്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നതുമാണ്. The Right Reverend V.S. Francis Bishop, CSA Bishop House, മേലുകാവ് പ്രതിഷ്ഠാപത്രം. ദൈവത്തിൽ വന്യപിതാവായുള്ളവയെ പടിയിരിക്കുന്ന സെന്റ് പോൾ CSA സഭയുടെ മിഷൻ വീട് ദൈവത്തിന്റെ മഹത്വത്തിനായും ദക്ഷിണേന്ത്യ സഭയുടെ ശുശ്രൂഷക്കാർക്കായും ആകുന്നു പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ലക്ഷ്യമായി ഈ സഭയുടെ നാമത്തിൽ മിഷൻ വീടിന്റെ താക്കോലും പ്രതിഷ്ഠാപത്രവും അങ്ങേ ഏൽപ്പിക്കുകയും ഈ മിഷൻ വീട് പ്രതിഷ്ഠിക്കുന്നതിന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സഭാജനങ്ങൾക്ക് ദേവനാമ മഹത്വത്തിനും കലാകാലങ്ങൾ ഇവിടെ കർത്താവിന്റെ മഹത്വമേഖല ശുശ്രൂഷയ്ക്കായിട്ട് വന്ന് പാർക്കുന്നവർക്കും അവരുടെ അധിവാസനുമായി ഈ ഭവനം നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. വരികദാസരൻ വീടിതിൽ എന്നുള്ള പാട്ട് ഗീതം 263 വരികദാസരി സന്തോഷവും സമാധാനവും ഇതു മുതൽ വസിച്ചിടുവാൻ വരികദാസരെ വീടിരു മഹത്വ ദേവായി നേരത്തിൽ വീടിരു തിരുകൃപ നിഴലാകുവാൻ തിരുദൂതർ കാവലാ വേദഭാഗം ഇപ്പോൾ വായിക്കുന്നതാണ്. നമുക്ക് പരിശുദ്ധ തൃത്വനാമത്തെ നമുക്ക് സ്തുതിക്കാം.
ദൈവത്തെ സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ വന്ദനം ഒരുപാട് വാഴ്ത്തപ്പെടാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വെണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വെണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കർമ്മതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവർത്തികളും അങ്ങയിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പാനും അങ്ങയുടെ പരിശ്രമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം അങ്ങയുടെ കണ്ണുകൊണ്ട് നിത്യജീവിപ്പാൻ തക്കോണം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങൾ മുമ്പിടെ ഇവിടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂടിയിരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന്റെ രക്ഷകനുമായി നിന്നെ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തതയും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വേദഭാഗങ്ങളുമായി ആദ്യം സങ്കീർത്തനം. 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം ഇവിടെ ഒന്ന് വരും. എനിക്ക് സഹായമോ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാലുവഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനിൽ രാത്രി നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തൊട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രത്യേക സമയത്തേക്കുള്ള വേദഭാഗം എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11 വരെയുള്ള ആദിയോജനങ്ങളെ കേൾപ്പീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെയും എൻ്റെ സന്തോഷത്തെ കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പേൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പേൻ. ഞാൻ യുവതൊക്കെയും സുപ്തുകയെയും ബോധിപ്പിക്കുന്നു. സാക്ഷിയായി ഇണയാളികളായുള്ളവരെ അവർക്ക് തുണ വേണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിലെപ്പോഴും സന്തോഷിപ്പേൻ എന്നിങ്ങനെ പിന്നെയും പറയുന്നു. നിങ്ങളോട് സൗമ്യത സകല മനുഷ്യർക്കും അറിയായി കർത്താവിനു വേണ്ടി അടുക്കൽ ആർത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, നിത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും നൽകിയിരിക്കുന്ന സൽകീർത്തിയായും ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് ഗ്രഹിച്ചു കൊള്ളേണ്ടതിന് എന്നോട് ഗ്രഹിച്ചു കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ.
എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇവിടെ വായിക്കപ്പെടേണ്ട വേദഭാഗം കഴിഞ്ഞു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്ക് ചേർന്ന് എല്ലാ അപ്പോസ്തലിക വിശ്വാസ പ്രമാണം കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെ നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ മൗത്വത്തിനും കലാകാലങ്ങളിൽ ഇവിടെ അങ്ങനെ മൗത്യമേലെ ശുശ്രൂഷിക്കാൻ കടന്നു വരുന്ന ശുശ്രൂഷയുടെ നിവാസമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നതെങ്കിൽ ലഭിച്ച എല്ലാ നടത്തികൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്തതിനപ്പുറമായി ഈ ഭവനത്തെ ഇതിൽ പാർക്കുന്നവരെ അനുഗ്രഹിച്ച് നിന്റെ മൗത്വത്തിനെ ഉപയോഗിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നീ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ മിഷൻ വീടിൻ്റെ പണികൾ പൂർത്തീകരിപ്പാനായി അങ്ങ് ചെയ്ത എല്ലാ സഹായവും അനുഗ്രഹവും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അതിനാൽ ഞങ്ങൾ അങ്ങനെയൊക്കെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ ഭവനം നിർമ്മിക്കുന്നതിന് സഹായിച്ച എല്ലാവരുടെ മേലും സംഭാവന നൽകിയ എല്ലാവരുടെ മേലും നിന്റെ കരുണയിനാലും സംരക്ഷണത്താലും ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നോട് എന്നും നന്ദിയുള്ളവരായിരിക്കുവാനും ഇനിയും സഹായിക്കുവാനും നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായി ഇരിക്കുവാനും നിന്റെ പൂർണ്ണഹിതം നിറവേറ്റുവാൻ സദാസന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സ്വീകരണ മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന ശുഭവും മനോഹരവുമാകുന്നുവല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും നിനക്ക് മഹത്വം വരുത്തുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയെ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിന്റെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഇന്നയോളം തുണച്ചവൻ എന്നുള്ള പാട്ടിൻ്റെ ഓരോരോ ചരണങ്ങൾ പാടി നമ്മൾ ഓരോരോ മുറികൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. ഓരോരോ ചരണങ്ങൾ പാടി. പ്രാർത്ഥനയ്ക്കുള്ള പറയണം സാറേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥനയ്ക്കായി ഓഫീസ് ഉപയോഗിക്കുന്ന ഈ സ്ഥലം നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവിനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള ഈ സ്ഥലത്തെ നിന്റെ സാന്നിധ്യം കൊണ്ട് നീ അവിടുന്ന് അനുഗ്രഹിച്ച് നിന്റെ മക്കളെ രൂപാന്തരപ്പെടുത്തി അവരുടെ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുവാനും പുതുശക്തി പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. ആത്മാവിന്റെ സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദകരമായ അനുഗ്രഹമായി സ്വീകരിക്കണമേ. നീ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദൈവമായ കർത്താവേ, നിന്റെ വിദ്യാവിചാരണയിൽ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും നിന്റെ ഇതാനുസരണം പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവമഹത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉദ്യമിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്ന നിന്റെ ദാസിദാസന്മാരെ സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടും നിനക്ക് പ്രസാദകരമായിരിക്കുവാൻ നിന്റെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് നിന്റെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമായ
ദൈവമായ കർത്താവേ, നിന്റെ വിചാരണയിൽ വിവിധമായ സ്ഥാനങ്ങളിലും നിന്റെ ഹിതാനുസരണം പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവമൗത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉദ്രവിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്ന നിന്റെ ദാസരെ സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും നിനക്ക് പ്രസാദനമായിരിക്കുവാൻ നിന്റെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് യേശു മെസ്സിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതിഷ്ഠിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഭയശങ്കയിൽ നിന്നും വിടുതലിൽ നിന്നും ഹൃദയത്തിലെ സമാധാനവും നൽകുവാൻ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനം വരിപ്പാനും സമാധാനത്തോട് വിശ്രമിച്ച പുതുശക്തിയും ചൈതന്യവും പ്രാപിപ്പാനും നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ മക്കൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും നിന്റെ സാന്നിധ്യം നിന്റെ മക്കൾക്ക് കോട്ടയായിരിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ വിനയമായി അങ്ങയുടെ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭക്ഷണം കഴിപ്പാനുള്ള ഇടം നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാരവിഭവങ്ങൾ എപ്പോഴും അവിടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ച് കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കളമുറിയും സംഭരണശാല നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെയും അങ്ങയുടെ ധനത്തോടെ നിറവേറ്റുന്ന ദൈവമേ,
ഞങ്ങളുടെ മിഷൻ ഭവനത്തിൽ രുചികരമായ ആഹാരം പാചകം ചെയ്യുന്നവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്ന കൈകളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന പോലെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമെന്ന്, എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ മക്കളെ കാത്തു പരിപാലിക്കണമെന്ന് അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു. എല്ലാ നാളുകളുടെയും നാഥാവും അവയെ ഞങ്ങൾക്ക് കാലാകാലങ്ങൾ കണ്ടുതരുന്നതിനുമായ നല്ല കർത്താവേ, ഈ സംഭരണശാല നിത്യം നിന്റെ മക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ, നിന്റെ നന്മകൾ അവർക്ക് ധാരാളമായി നൽകുവാൻ ഇഷ്ടം തോന്നണമേ. അവയെ നിന്റെ മഹത്വത്തിനും തങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിനുമായി ഉപയോഗിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലരക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വളരെ നാളത്തെ പ്രിയമക്കളെ ആഗ്രഹവും അവരുടെ അധ്വാനവും അങ്ങ് അവിടുന്ന്, അവരുടെ പ്രാർത്ഥനകളും അങ്ങ് അവിടുന്ന് കൈക്കൊണ്ട് മനോഹരമായ ഒരു മിഷൻ ഭവനം അതിന് പണി തീർപ്പാൻ ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഇത് പ്രതിഷ്ഠിച്ച് വേർതിരിപ്പാൻ അങ്ങോട്ട് സഹായിച്ച് കരപ്പിക്കായ സ്തോത്രം. കർത്താവെ, ഞങ്ങളിൽ വന്നുപോയ കുറവുകൾ വീഴ്ചയെല്ലാം ക്ഷമിക്കുകയും ഈ ഭവനത്തിന്മേൽ അങ്ങയുടെ ദിവ്യമായ കാവലും നടത്തിപ്പ് അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഈ അടുക്കളയെ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഒരു കൊച്ചമ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു, കൊച്ചമ്മയെ സഹായിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ മുത്തുമേറിയ ശുശ്രൂഷകൾ വരുന്ന പ്രിയമക്കൾ, ഇവിടെ വേല ചെയ്യുന്നവർ, ഭക്ഷണം പാഞ്ഞവർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൽ ഞങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ ലോകത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമാകുന്നുവല്ലോ, അത് ഏറ്റവും രുചികരമായി പാകം ചെയ്ത് നൽകുവാൻ, സന്തോഷത്തോടെ പാകം ചെയ്ത് നൽകുവാൻ എൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, അങ്ങേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാനും എൻ്റെ മക്കളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഇവിടെ ജോലി ചെയ്യുന്നവരെ സകലവിധമായ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധമായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ രക്ഷിച്ചുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യണമേ, മഹത്വം മാത്രം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. സ്തോത്രം പറഞ്ഞിട്ട് കത്തിക്കേട്ടെ. ദൈവത്തെ സ്തുതിക്കാം ഏവരും പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെ ഉറവയാകുന്ന നിത്യവുമായ ദൈവമേ, ഞങ്ങളുടെ പഠനങ്ങളിലും ഞങ്ങളുടെ വായനകളിലും ഏർപ്പെടുന്നവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ നയിക്കണമേ. മനത്തിനാവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകിയ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദിവ്യ മാർഗങ്ങൾ ഗ്രഹിക്കുന്നവർ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. തങ്ങൾ നേടുന്ന പരിജ്ഞാനം മറ്റുള്ളവരുടെയും അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും നിന്റെ മക്കൾക്ക് നൽകണമെന്ന് യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും
സംരക്ഷകനായ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും നിന്റെ ചെറിയ കീഴിൽ മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങൾ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതിലൊക്കെയും നിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവരുടെ ധനത്തിന്റെ എല്ലാ വിനിയോഗത്തിലും നിന്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവരെന്നും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകല വിശുദ്ധമാടുകൂടെ അവർ പങ്കാളികളാകണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ. നിന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞങ്ങൾ വരും വരെയും നിന്റെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കേണ്ടതിന് നിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തു കൊള്ളുമാറാകണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്തും കൂട്ടായ്മയിലും വസിക്കുന്നവർക്കായിട്ടുള്ള നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവരുടെ ഹൃദയങ്ങളിലും ഈ ഭവനങ്ങളിലും വാഴുമാറാകണമേ. ഇവർ ചെയ്യുന്നതിലൊക്കെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കരുണയുള്ള പിതാവേ, ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ദുഷ്ടനിൽ നിന്നും ദുഷ്ടമനുഷ്യരിൽ നിന്നും നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. അതാത് കാലത്തുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും സ്നേഹവും സമാധാനവും ഐക്യമത്യവും ആത്മീയ ശരീരങ്ങളുടെ ആരോഗ്യം എന്നിവ നിന്റെ മക്കൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സഖായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ മക്കൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, സകല നീതിയുടെയും ശത്രുവായ സാത്താനെ ഈ ഭവനത്തിൽ നാട്ടിക്കളയണമേ. അവനിതിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിൻ്റെ അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ പാർമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിനും ഭയത്തിനും അവർ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. സ്നാപനത്തിൽ മത്സ്യങ്ങളുടെ ഉപയോഗങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശമായി തീർന്ന അവർ നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം പരിശുദ്ധാത്മാവധിമതിയും വർദ്ധിച്ചു വരുവാനുള്ള നിന്റെ മക്കളുടെ നിർമ്മല സന്തോഷവും കളങ്കമറ്റ സ്നേഹവും സമാധാനശീലവും ഈ ഭവനത്തെ സ്വർഗതുല്യമാക്കി തീർക്കണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റെല്ലാ കുടുംബങ്ങളെയും എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ വളർത്തപ്പെടുന്ന പൈതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ നിന്നാവുന്നുവല്ലോ വ്യക്തികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് നല്ല നല്ല വ്യക്തിത്വങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹം നല്ല സമൂഹമായി, ഒരു ദേശം നല്ല ദേശമായി, ഒരു രാജ്യം നല്ലൊരു രാജ്യമായി തീരുന്നുവല്ലോ. അതിനാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമാകുന്ന കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി, അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാനും അതുമൂലം ഭൂമിയിൽ സന്തോഷവും സമാധാനവും രാജ്യം ആവശ്യത്തിലും ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവമേ കൃപ അരുളണമേ എന്നൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കും. സകല കുടുംബങ്ങളെയും എല്ലാ ഭവനങ്ങളെയും നമുക്ക് ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സ്നേഹമുള്ള പിതാവേ, ഈ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ പേരും നിന്റെ അനുഗ്രഹം പകരണമേ. കർത്താവ് രക്ഷിതാവുമായ യേശുമശിഹ നായകനായ എല്ലാ കുടുംബങ്ങളെയും ഭരിച്ച് നടത്തണമേ. കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയിൽ സജ്ജീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ മേലും പകരണമേ. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും ക്രമപ്പെടുത്തുവാൻ
സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം നിന്നെ നാം മഹത്വപ്പെടുവാനും നിന്റെ സഭയ്ക്ക് ആത്മീയാഭിവൃദ്ധി ഉണ്ടാകുവാനും നിന്റെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് നസറേത്തിലെ ഭവനത്തിന്റെ അനുഗ്രഹമായിരുന്ന യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ചേർന്നുവെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടനിലേക്ക് തിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വേർത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോട് സമാധാനം ആചരിക്കുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.